കേരളത്തിൽ നടന്നിട്ടുള്ള ഉപതെരഞ്ഞെടുപ്പുകളിലൊക്കെ തന്നെ ഗംഭീരമായിട്ടുള്ള വിജയമാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ യു ഡി എഫിന് ഉണ്ടായിക്കൊണ്ടിരുന്നത്. അതിപ്പോൾ പുതുപ്പള്ളി ആണെങ്കിലും ശരി, തൃക്കാക്കരയാണെങ്കിലും ശരി, പാലക്കാടാണെങ്കിലും ഒക്കെ ശരി, ഇത്തരത്തിലുള്ള വലിയ വിജയമുണ്ടായി. ചില ആളുകളൊക്കെ ഈ വീഡിയോയുടെ താഴെ വന്ന് കമൻറ്റ് ചെയ്യുന്ന പോലെ എനിക്ക് രാഹുൽ മാങ്കൂട്ടത്തിനോട് യാതൊരുവിധ വൈരാഗ്യവുമില്ല, അദ്ദേഹം അവിടെ പാലക്കാട് ജയിക്കും എന്ന് പറഞ്ഞ് ഞാൻ പ്രെഡിക്റ്റ് ചെയ്ത ഒരാളാണ്. 18,600 വോട്ടിന് ഞാൻ ജയിക്കുമെന്ന് പറഞ്ഞിരുന്നതാണ്. അതിൻ്റെ പോസ്റ്റ് ഇപ്പോഴും ഈ ചാനലിൽ കിടക്കുന്നുണ്ട്. പക്ഷേ രാഹുൽ മാങ്കൂട്ടത്തിൽ 18,840 വോട്ടുകൾക്കാണ് ജയിച്ചത് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞതിനേക്കാളും 240 വോട്ടുകൾക്ക് കൂടുതൽ ജയിച്ചു. ഞാൻ മറ്റൊരു ചാനലിൽ പുതുപ്പള്ളിയിലെ പ്രവചനം ഇതുപോലെ നടത്തിയിരുന്നു. 36,000-ലധികം വോട്ടുകൾക്ക്, 400-ലധികം വോട്ടുകൾക്ക് ജയിക്കുമെന്ന് പറഞ്ഞിരുന്നു. ഏതാണ്ട് ഞാൻ പറഞ്ഞിരുന്നു 1000 വോട്ടിൻ്റെ വ്യത്യാസത്തിൽ 37,000 സംതിങ് വോട്ടിനാണ് അത് പുതുപ്പള്ളിയിൽ ചാണ്ടിയുമ്മൻ ജയിച്ചത്. അതും ഗംഭീരമായിട്ടുള്ള വിജയമായിരുന്നു. അത് പിന്നെ മറ്റൊരു സാഹചര്യം കൂടിയുണ്ട്. കാരണം മരിച്ച ഉമ്മൻചാണ്ടിയാണ് അവിടെ മത്സരിച്ചിരുന്നത്. അതുകൊണ്ട് 61% വോട്ടുകൾ കോൺഗ്രസ് ഒറ്റയ്ക്ക് തന്നെ കരസ്ഥമാക്കിയിട്ടുള്ളൊരു തെരഞ്ഞെടുപ്പാണ്. അപ്പോൾ ഇത്തരത്തിൽ ഈ പറയുന്ന ഉപതെരഞ്ഞെടുപ്പുകളിലെല്ലാം തന്നെ അതിഗംഭീരമായിട്ടുള്ള വിജയമുണ്ടായി. പിന്നെ നമുക്കറിയാമല്ലോ, ആകെ അവർക്ക് വയനാട് ഉപതെരഞ്ഞെടുപ്പുണ്ടായപ്പോൾ ഗംഭീരമായ വിജയമുണ്ടായി. അത് പിന്നെ പ്രിയങ്ക ഗാന്ധിയാണ് മത്സരിച്ചത്, അതുകൊണ്ട് അനിതസാധാരണമായിട്ടുള്ള വിജയമുണ്ടായി. അതേപോലെ തന്നെ ചേലക്കരയിലാണ് അവർക്കൊരു സീറ്റ് നഷ്ടപ്പെട്ടത്. പക്ഷേ അത് LDFൻ്റെ സീറ്റായിരുന്നു. അവിടെ കെ രാധാകൃഷ്ണൻ 39,000 വോട്ടിന് ജയിച്ച സ്ഥാനത്ത് വെറും 12,000 വോട്ടിന് മാത്രമേ ജയിക്കാൻ കഴിഞ്ഞുള്ളൂ. എന്ന് പറഞ്ഞാൽ അവരുടെ ഭൂരിപക്ഷം വലിയ തോതിൽ താണു. അപ്പോൾ ഇങ്ങനെ താഴുമ്പോഴൊക്കെ തന്നെ ഇത് വലിയ ആത്മവിശ്വാസം UDF ഉണ്ടാക്കിയിരുന്നു. അടുത്ത ഭരണമെങ്കിലും ഞങ്ങൾക്ക് കിട്ടും എന്നവർ വിചാരിച്ചിരുന്നു. കഴിഞ്ഞ തവണത്തെ പോലെ വഴുതി പോകില്ല എന്ന് വിചാരിച്ചിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ പലരും മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാകാൻ കളം പിടിക്കാനൊക്കെ നോക്കിയിരുന്നു. പക്ഷേ അതിനെല്ലാത്തിനും ശേഷം ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോഴും ഇത്തരത്തിൽ അഭൂതപൂർവ്വമായിട്ടുള്ളൊരു വിജയമാണ് UDF ഉണ്ടായിട്ടുള്ളത്. അതേ പാറ്റേൺ നിയമസഭയിലേക്ക് ആവർത്തിക്കാറില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണെങ്കിലും ഇത്തരത്തിൽ വലിയ വോട്ട് ശതമാനം UDF കിട്ടി എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അപ്പോൾ അത്തരത്തിലുള്ള വലിയ എഡ്ജ് കിട്ടി നിൽക്കുന്ന UDF സംബന്ധിച്ചോളം പിന്നീടാണ് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് വരുന്നത്. അപ്പോൾ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ മറ്റൊരു സാഹചര്യം ഉണ്ടായിരുന്നു. കാരണം അവിടെ PV അൻവർ UDFനൊപ്പം നിൽക്കുമെന്ന് വിചാരിച്ചിരുന്നു. അങ്ങനെ നിന്നാൽ അനായാസമായിട്ടുള്ള ജയമുണ്ടാകുമെന്ന് വിചാരിച്ചിരുന്നു. 32,000 വോട്ടിന് ജയിക്കേണ്ടതാണ്. ഞാൻ അതിനു മുമ്പ് തന്നെ അവിടെ സർവേ നടത്തിയതാണ്, ഇത് കണ്ടെത്തിയതാണ്. PV അൻവർ ഏതാണ്ട് 17,000-നും 25,000-നും വോട്ട് പിടിക്കും എന്നൊക്കെ തന്നെ ഞാൻ പല നേതാക്കന്മാരോടും ആ സമയത്ത് എൻ്റെ സർവേയുടെ റിസൾട്ട് പറഞ്ഞിരുന്നതാണ്. അപ്പോൾ അതിനുശേഷം PV അൻവർ അവരുടെ ഒപ്പം നിന്നില്ല. പക്ഷേ നമ്മൾ കണ്ടു PV അൻവറും എന്ത് ചെയ്തു, 20,000-ഓളം വോട്ടുകൾ പിടിക്കുന്നത് നമ്മൾ കണ്ടു. പക്ഷേ എന്നിട്ട് പോലും 10,000-ലധികം 11,000 വോട്ടുകൾ നേടി അവിടെ ആര്യാൻ ഷൗക്കത്ത് ജയിച്ചു. അപ്പോൾ യഥാർത്ഥത്തിൽ ഇത്തരം ജയങ്ങൾ കൊണ്ടിട്ട് തന്നെ ഒരു UDFന് എളുപ്പത്തിൽ ഭരണം കിട്ടിയേക്കാൻ 2026-ൽ അത്രമാത്രം വലിയ ആൻറ്റി ഇൻകുംബൻസി വേവ് ഉണ്ട് എന്നാണ് സാധാരണ ആളുകളൊക്കെ തന്നെ ധരിച്ചിരുന്നത്. അപ്പോൾ ഇങ്ങനെ നിൽക്കുന്നൊരു ഘട്ടത്തിലാണ് നമുക്കറിയാം രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്ന സ്റ്റാറായി തിളങ്ങി നിന്നിരുന്ന പാലക്കാട് MLA, അതായത് യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന പ്രസിഡന്റിനെതിരെ ഞെട്ടിക്കുന്ന തരത്തിലുള്ള ഒരു ആരോപണങ്ങൾ വരുന്നത്. ഈ ആരോപണം പറയുമ്പോൾ പലരും പറയും ഇത് മറ്റ് പലർക്കും എതിരെ വന്നിട്ടുണ്ട്. എൽദോസ് കുന്നപ്പള്ളിക്കെതിരെ വന്നിട്ടുണ്ട്, വിൻസെൻറ്റിനെതിരെ വന്നിട്ടുണ്ട്. വിൻസെൻറ്റ് ജയിലിൽ കിടന്ന ഒരാളാണ്, പക്ഷേ അതിനുശേഷം വന്നു അദ്ദേഹം തെരഞ്ഞെടുപ്പ് ജയിച്ച ഒരാളാണ്. അതുപോലെ തന്നെ PK ശശിക്കുക്കെതിരെ വന്നിട്ടുണ്ട്. CPM-ലെയും നിരവധി ആളുകൾക്കെതിരെ വന്നിട്ടുണ്ട്. പക്ഷേ CPM-ലെ നിരവധി ആളുകൾക്കെതിരെ വന്നതൊന്നും പുറത്തേക്ക് വന്നില്ല. അവർ പാർട്ടി കമ്മിറ്റികളിലാണ് പരാതി കൊടുത്തത്. അതുപോലെ ഈ എൽദോസ് കുന്നപ്പള്ളിയും ബാക്കിയുള്ള ആളുകളുടെ കേസിലൊക്കെ തന്നെ അത് ചെറിയ നാണക്കേട് ഉണ്ടാക്കിയെങ്കിൽ പോലും വലിയ തോതിലുള്ള പ്രശ്നമുണ്ടായില്ല. പക്ഷേ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കേസ് അങ്ങനെയല്ല. അത് വ്യത്യസ്തമായിട്ടുള്ളൊരു കേസാണ്. കാരണം ഒരു പ്രെഡേറ്റർ എന്നുള്ള നിലക്ക്, ഒരു വേട്ടക്കാരൻ എന്നുള്ള നിലക്ക് ഇദ്ദേഹം ചൂണ്ടയിട്ട് ഇരകളെ പിടിക്കുകയായിരുന്നു. അതിനുവേണ്ടി സമയം കണ്ടെത്തുകയായിരുന്നു. രാഹുൽ ഗാന്ധിയും കേരളത്തിലെ യൂത്ത് കോൺഗ്രസും ഒക്കെ പിണറായി വിജയനും അതുപോലെ മോദിക്കുമൊക്കെ എതിരെ പോരാടുമ്പോൾ ഇദ്ദേഹം മറ്റ് ചില പോരാട്ടങ്ങളിലാണ് ഏർപ്പെട്ടിരുന്നത് എന്ന് ജനത്തിന് ഏതാണ്ട് മനസ്സിലായി. പരാതി ഉണ്ടായില്ല എന്നൊക്കെ ഉള്ളത് സത്യമാണ്, അല്ലെങ്കിൽ കൃത്യമായിട്ടുള്ള, പക്ഷേ എങ്കിൽ പോലും ചില ശബ്ദരേഖകൾ പുറത്തു വന്നു, ചാറ്റുകൾ പുറത്തേക്ക് വന്നു. അതിൻ്റെയൊക്കെ ആധികാരികതയെ ചോദ്യം ചെയ്യാൻ പോലും രാഹുൽ മാങ്കൂട്ടത്തിന് കഴിഞ്ഞില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ വലിയ തോതിൽ നാണക്കേട് കോൺഗ്രസിനുണ്ടായി. ഇത്തരത്തിലുള്ള ആളുകളാണെങ്കിൽ ഞങ്ങളത് ജയിപ്പിക്കണം എന്ന് പറയുന്ന പ്രശ്നമുണ്ടായി. വലിയ ഡാമേജും പ്രതിസന്ധിയുമാണ് കോൺഗ്രസിനുണ്ടായത്. ആ കോൺഗ്രസ് അതിൽ നിന്ന് ഏതാണ്ട് ഒരു കരകയറാൻ ശ്രമിച്ചുകൊണ്ട് VD സതീശനും സണ്ണി ജോസഫും അതുപോലെയുള്ള ആളുകളും നേതാക്കന്മാരൊക്കെ കൂടി ആലോചിച്ചുകൊണ്ട് അവരേറ്റവും ഒടുവിൽ എത്തിച്ചേർന്ന ഒരു കാര്യം, യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് എന്ന സ്ഥാനം അവർ 24 മണിക്കൂറിനകം രാജിവെപ്പിച്ചു. അതിനുശേഷം അവർ കോൺഗ്രസിൽ നിന്നിൻ്റെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് തന്നെ പുറത്താക്കിയത് മാത്രമല്ല, ചില നേതാക്കന്മാർ പറഞ്ഞത് ഇനി ഞങ്ങളും അയാളുമായിട്ടൊരു ബന്ധമില്ല, ഞങ്ങൾ അയാൾക്കൊരു പ്രൊട്ടക്ഷൻ കൊടുക്കാൻ പോകുന്നില്ല, അതുകൊണ്ട് അയാൾ രാജിവെക്കണോ വേണ്ടതെന്നൊക്കെ ഇനി അയാളുടെ ഇഷ്ടമാണ്, താല്പര്യമാണ് എന്ന് പറയുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെ നിൽക്കുമ്പോൾ പുറമേ വന്നിട്ട് ഒരു നേതാക്കൾ പോലും ഇദ്ദേഹത്തെ ഡിഫെൻഡ് ചെയ്യാൻ തയ്യാറായില്ലെന്ന് മാത്രമല്ല, ഞാൻ ഒരു വീഡിയോയിൽ പറഞ്ഞതുപോലെ VD സതീശൻ ആദ്യവും പിന്നീട് രമേശ് ചെന്നിത്തലയും ഒക്കെ അടക്കമുള്ള നിരവധി ആളുകൾ ഇദ്ദേഹത്തെ പുറത്താക്കണമെന്ന് പറഞ്ഞു. കൂടാതെ നിരവധി വനിതാ നേതാക്കളുമൊക്കെ പറഞ്ഞു. അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് ഞാൻ ഇത് കഴിഞ്ഞിട്ട് വരുന്നത്. അപ്പോൾ ഇങ്ങനെ കോൺഗ്രസ് ഒന്ന് മുഖം മിനുക്കി ഈ ഡാമേജ് കൺട്രോൾ നടത്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിലാണ്
നമ്മുടെ ചില യൂത്തന്മാർ പുതിയ പദ്ധതിയുമായി ഇറങ്ങിയിരിക്കുന്നത് അത് ഈ പറയുന്ന പോലെ തീക്കൊള്ളി കൊണ്ട് തലചൊറിയിലാണ്, അങ്ങേയറ്റത്തെ വിവരക്കേടാണ്. കോൺഗ്രസിനെ ഭരണത്തിൽ എത്താതിരിക്കാൻ മാത്രമേ അത് സഹായിക്കൂ എന്നുള്ളത് പ്രമുഖരായിട്ടുള്ള നേതാക്കന്മാരൊക്കെ മനസ്സിലാക്കണം. അതിന് ഒന്നാമത്തെ പഴി എന്ന് പറയുന്നത് കഴിഞ്ഞ ദിവസം പേരാമ്പ്രയിലും കോഴിക്കോടൊക്കെ തന്നെ നിരവധി സ്ഥലങ്ങളിൽ റിപ്പോർട്ടർ ചാനലിലെ വണ്ടിയെ ആക്രമിക്കാൻ ശ്രമിക്കാനുണ്ടായിട്ടുള്ളത് യൂത്ത് കോൺഗ്രസ്സുകാർ. അപ്പോൾ അതും പോട്ടെ എന്ന് വെച്ചു. കഴിഞ്ഞ ദിവസം യൂത്ത് കോൺഗ്രസിൻ്റെ ഒരു മാർച്ച് തൃശ്ശൂർ നടന്നു. ആ തൃശ്ശൂർ നടന്നപ്പോൾ ആ മാർച്ചിൽ റിപ്പോർട്ടർ ടി വി അത് റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ചെന്നാൽ അവർ ആക്രമിക്കപ്പെടുമെന്ന് മനസ്സിലാക്കി റിപ്പോർട്ടർ ടി വിയുടെ ആളുകൾ, പ്രവർത്തകർ, തൃശ്ശൂരത്തെ ആളുകൾ ജെയ്സൺ ചാമോളപ്പിലൊക്കെ തന്നെ അങ്ങോട്ട് പോയില്ല. കാരണം അവർക്ക് മനസ്സിലായി ഒരു പ്രശ്നമുണ്ടാകേണ്ട, ഒരു രാഷ്ട്രീയ പാർട്ടിയുമായിട്ടൊരു തർക്കത്തിന് നിൽക്കേണ്ട എന്ന് വിചാരിച്ച് അവർ പോയില്ല. പക്ഷേ പോകാതിരുന്നിട്ട് ഇന്ന് രാവിലെ 9:10 അതായത് കുളിച്ചൊരുങ്ങി റെഡിയായിട്ട് നമ്മുടെ യൂത്തന്മാരായിട്ടുള്ള ചില ആളുകൾ, അതിൽ സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള മിഥുൻ മോഹനുണ്ട്, മറ്റ് 4 പേരും കൂടിയുണ്ട്. അവരൊക്കെ വന്നിട്ട് കാറിൻ്റെ മുമ്പിൽ കൊണ്ടുവന്ന് യൂത്ത് കോൺഗ്രസിൻ്റെ കൊടി വെച്ച് കുറച്ച് മുദ്രാവാക്യം വിളിച്ചു. ആരെയും അറിയിക്കാതെ രഹസ്യമായിട്ട് ചെയ്തു പോയില്ല, മുദ്രാവാക്യം വിളിച്ചു. അതിന് ശേഷം എന്ത് ചെയ്യുന്നു വെച്ചിട്ടുണ്ടെങ്കിൽ ഇവർ നേരെ ഓഫീസിലേക്ക് കയറി വന്ന് കരിയോയിൽ ഒഴിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. യഥാർത്ഥത്തിൽ ഇത് ആരെ സഹായിക്കുമെന്ന് യൂത്ത് കോൺഗ്രസ്സുകാരും മൂത്ത കോൺഗ്രസ്സുകാരും ഒക്കെ ഒന്ന് ആലോചിക്കണ്ടേ? ഈ പറയുന്ന നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ കുഞ്ഞാലിക്കുട്ടിയുടെ കേസിൽ എന്താണ് സംഭവിച്ചത് ഐസ്ക്രീം പാർലർ കേസിലെന്ന് നിങ്ങളൊന്ന് ആലോചിക്കണ്ടേ? ഐസ്ക്രീം പാർലർ കേസിൽ കുഞ്ഞാലിക്കുട്ടിക്കെതിരെ ഇന്ത്യ വിഷൻ എന്ന് പറയുന്ന ഒരു ചാനൽ അന്ന് വാർത്ത കൊടുക്കുന്നു. MV നികേഷ് കുമാറിൻ്റെ നേതൃത്വത്തിലുള്ള ആ ചാനൽ വാർത്ത കൊടുത്തു. മന്ത്രിയായിരുന്ന കുഞ്ഞാലിക്കുട്ടിക്ക് രാജിവെക്കേണ്ടി വന്നു. കറുത്ത തുണി വലിച്ചെറിയുന്ന ഒരുപാട് പ്രതിഷേധങ്ങൾ നേരിടേണ്ടി വന്നു. അതിനുശേഷം പല നടപടികളും ഈ പറയുന്ന പോലെ മുസ്ലിം ലീഗുകാരടക്കമുള്ള ആളുകൾ ഈ പറയുന്ന ഇന്ത്യ വിഷനെതിരെ എടുത്തു. ഇതുപോലെ ആക്രമിക്കാനൊരു ശ്രമമുണ്ടായി. അവരുടെ പാലാരിവട്ടത്തുള്ള ടുട്ടൂസ് ടവർ തന്നെ ആക്രമിക്കപ്പെട്ടു. അപ്പോൾ ടുട്ടൂസ് ടവർ തന്നെ ഇങ്ങനെ ആക്രമിക്കപ്പെട്ടിട്ട് പെട്ടുവെന്ന് മാത്രമല്ല മറ്റു ചില കാര്യങ്ങളും കൂടി ഉണ്ടായി. എന്ന് പറഞ്ഞാൽ ഇതിലെ ഈ കുറ്റം ആരോപിച്ച റജീന എന്ന് പറയുന്ന സ്ത്രീ തന്നെ വന്ന് പലവട്ടം തന്നെ അഭിപ്രായങ്ങൾ മാറ്റി പറയുകയും ഏറ്റവും ഒടുവിൽ അവർ ഇന്ത്യ വിഷൻ എന്ന് പറയുന്ന ചാനൽ തന്നെ ഗൂഢാലോചന നടത്തി തന്നെ കൊണ്ട് പറയിപ്പിച്ചതാണെന്നുള്ള അലക്കുള്ള പത്രസമ്മേളനങ്ങളൊക്കെ നടക്കുകയൊക്കെ ചെയ്തു. ഇന്ത്യ വിഷൻ ഓഫീസിൽ വന്ന് പോലും ചില പ്രകടനങ്ങൾ, ചില സാധനങ്ങൾ വലിച്ചെറിയലൊക്കെ തന്നെ ജനം കണ്ടു. പക്ഷേ ഇതൊക്കെ ഉണ്ടായിട്ട് പോലും ഈ നമ്മുടെ നാട്ടിലെ ബുദ്ധിമാന്മാരായിട്ടുള്ള സാധാരണ വോട്ടർമാർ എന്ത് ചെയ്തു എന്നുള്ളത് കോൺഗ്രസും ഇതുപോലെ യൂത്ത് കോൺഗ്രസ്സുകാരൊക്കെ ഒന്ന് പഠിക്കുന്നത് നല്ലതാണ്. കാരണം കുഞ്ഞാലിക്കുട്ടി തോറ്റു, MK മുനീർ തോറ്റു, അങ്ങനെ ഏതാണ്ട് പ്രമുഖരായിട്ടുള്ള മത്സരിച്ച മുസ്ലിം ലീഗിൻ്റെ ആളുകളൊക്കെ തന്നെ തോറ്റു. ആ തോറ്റത് ഒരിക്കലും തോക്കില്ല എന്ന് വിചാരിച്ച കുറ്റിപ്പുറം പോലെയുള്ള സ്ഥലങ്ങളിൽ നിന്നാണ് KT ജലീലിനോട് പരാജയപ്പെട്ടത്. പിന്നീട് അടുത്ത തെരഞ്ഞെടുപ്പായപ്പോൾ അദ്ദേഹം വീണ്ടും ജയിച്ചു. പക്ഷേ ആ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തിന് ശിക്ഷ കിട്ടിയത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഈ പറയുന്ന പെൺകുട്ടി അതൊക്കെ മാറ്റി പറഞ്ഞിട്ടും ഇന്ത്യ വിഷനാണെന്ന് പറഞ്ഞിട്ടും വരികൾക്കിടയിലൂടെ അവർ കൃത്യമായി ആ വാർത്ത മനസ്സിലാക്കിയതുകൊണ്ടാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങളിത് ആക്രമിക്കാൻ പോയിട്ടുണ്ടെങ്കിൽ ഇത് കൂടുതൽ ഡാമേജിലേക്കാണ് കോൺഗ്രസ്സിന് ഉണ്ടാക്കുക എന്നുള്ളത് കോൺഗ്രസിൻ്റെ നേതാക്കന്മാർ മനസ്സിലാക്കണം. ഇനി ഫിസിക്കലി ഒരു റിപ്പോർട്ടർ ചാനലിനെ ആക്രമിക്കുന്നു എന്ന് മാത്രമല്ല, ഇവർ സൈബർ സ്പേസിൽ വലിയ തോതിൽ ആക്രമണം നടത്തുകയാണ്. എന്ന് പറഞ്ഞാൽ അരുൺകുമാറിൻ്റെ ചാറ്റുകൾ എന്ന് പറഞ്ഞ് ചില വ്യാജ ചാറ്റുകൾ ഉണ്ടാക്കിയിട്ട് എന്ത് ചെയ്യുന്നു, അത് പ്രചരിപ്പിക്കുന്നു. ഒരാൾ വന്ന് ക്ഷമ ചോദിക്കുന്നു. അങ്ങനെ പല കാര്യങ്ങളൊക്കെ സംഭവിക്കുന്നു. ഇനി ഇതിനേക്കാൾ വലിയ മോശപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ നിലപാടെടുത്തിട്ടുള്ള നിരവധി വനിതാ നേതാക്കളുണ്ട്. അതിലൊന്ന് ഷാനിമോൾ ഉസ്മാനാണ്. ആ ഷാനിമോൾ ഉസ്മാനെതിരെ വലിയ വൃത്തികെട്ട രീതിയിലുള്ള സൈബർ ആക്രമണം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി അതുകൂടാതെ ഈ പറയുന്ന ഉമാ തോമസ് എന്ന് പറയുന്ന PT തോമസിൻ്റെ, അതായത് ബഹുമാന്യനായിട്ടുള്ള PT തോമസിൻ്റെ ഭാര്യ, ആ PT തോമസ് കോൺഗ്രസ്സുകാരനാകുമ്പോഴും അദ്ദേഹം എറണാകുളത്തിൻ്റെ ജില്ലാ പ്രസിഡൻ്റായിരുന്നു എന്നാണ് എൻ്റെ ഓർമ്മ. അതാകുമ്പോഴൊക്കെ തന്നെ ഈ പറയുന്ന യൂത്തന്മാരൊന്നും ഒന്നും ജനിച്ചിട്ടില്ല. പക്ഷേ അങ്ങനെയുള്ള ആളുകളൊക്കെ തന്നെ ഈ ഉമാ തോമസ് അവർ സ്റ്റേഡിയത്തിൻ്റെ മുകളിൽ ഒരു പരിപാടി നടത്തിയപ്പോൾ വീണ് കുറച്ച് നാൾ ഹോസ്പിറ്റലായിരുന്നു, വീണ് മരിച്ചാൽ മതിയായിരുന്നു എന്നൊക്കെയുള്ള കമൻറ്റുകളാണ്. ഇനി ഇതൊക്കെ കൂടാതെ തന്നെ ബിന്ദു കൃഷ്ണയും ഇതുപോലെ നിലപാടെടുത്തുകൊണ്ട് അവരുമൊക്കെ തന്നെ ആക്രമിക്കപ്പെടുന്നു. ഇത് കൂടാതെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ ഇത് ഉയർത്തിയിട്ടുള്ള ചില വനിതകളുണ്ട്. ഇപ്പോൾ റിനി ആൻഡ് ജോർജിനെ പോലെയുള്ള ചില വനിതകൾ, അവരെക്കുറിച്ച് ഇതുപോലെ വളരെ മോശമായിട്ടുള്ള സൈബർ ആക്രമണം നടത്തുന്നു. അതുപോലെ തന്നെ അവന്തിക എന്ന് പറയുന്ന ഒരു ട്രാൻസ്ജെൻഡറിനെ കുറിച്ചുള്ള വലിയ മോശമായിട്ടുള്ള കാര്യങ്ങൾ നടത്തുന്നു. രമേശ് ചെന്നിത്തലക്കെതിരെ ആക്രമണം നടത്തുന്നു. എനിക്ക് ചോദിക്കാനുള്ളത് കോൺഗ്രസ്സുകാരോട്, ഇത് യഥാർത്ഥത്തിൽ നേതാക്കന്മാരൊന്നും അറിഞ്ഞുകൊണ്ടാണെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. സൈബർ സെല്ലിൻ്റെ ചെയർമാൻ എന്ന് പറയുന്നത്, അതിൻ്റെ ഈ പറയുന്ന പോലെ ഹെഡ് ചെയ്യുന്നത് എന്ന് പറയുന്നത് VT ബൽറാമാണ്. അദ്ദേഹമൊന്നും ഒരിക്കലും ഇത്തരം പണി ചെയ്യില്ല. പക്ഷേ ആരാണ് ഈ പണി ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ അവർക്ക് കോൺഗ്രസ്സിനോടൊന്നും സ്നേഹമുള്ള ആളുകളല്ല, പകരം ഇത്തരത്തിൽ ചില ആളുകളുടെ പറയുന്ന പോലെ കൂലിപ്പടയാളികൾ മാത്രമാണ്. അതുകൊണ്ടാണ് CPM ഒക്കെ ചെയ്തുകൊണ്ടിരുന്ന പോലെയുള്ള പല പണികളിലേക്കും ഈ യൂത്ത് കോൺഗ്രസ് കടക്കുന്നത്. ഇതിന് മുമ്പും ഇവർ ചെയ്തിട്ടുണ്ട് ഇതുപോലെയുള്ള നാടകങ്ങൾ. അതൊക്കെ പക്ഷേ ജനം ശ്രദ്ധിക്കാതെ അറിയാതെ പോയി. ഇപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം, കേരളത്തിലെ കോൺഗ്രസിനകത്തുള്ള പ്രബലരായിട്ടുള്ള വനിതാ നേതാക്കൾക്കെതിരെ പോലും
വളരെ മോശപ്പെട്ട രീതിയിലുള്ള ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. കൂടാതെ ഇതുപോലെയുള്ള മാധ്യമപ്രവർത്തകരെ ഫിസിക്കലായിട്ടുള്ള അറ്റാക്കൊക്കെ നടത്തുന്നു. ഇത് ആരെ സഹായിക്കുമെന്ന് ചോദിച്ചാൽ ഒരൊറ്റ കാര്യത്തിൽ സഹായിക്കൂ, ഇത് CPM-നെ സഹായിക്കും. കോൺഗ്രസ് ഇനി ഭരണത്തിലേക്ക് കയറണ്ട എന്ന് ജനങ്ങൾ തീരുമാനിക്കുന്ന അവസ്ഥയിലേക്ക് എത്തും ഇവരെ നിലക്ക് നിർത്തിയില്ലെങ്കിൽ. കാരണം ഇവരെ ക്രിമിനലുകളാണ്. ഈ ക്രിമിനലുകളെ അഴിഞ്ഞാടാൻ വിട്ടാൽ അതിൻ്റെ ആത്യന്തികമായിട്ടുള്ള പ്രശ്നമുണ്ടാകാൻ പോകുന്നത് കോൺഗ്രസിനാണ്. അതുപോലെ ഒരു സംശയമില്ല UDF-നാണ്. അതുകൊണ്ട് UDF-ൻ്റെ നേതാക്കളും കോൺഗ്രസ്സുകാരൊക്കെ ഇതിൽ ഇടപെടണം. കുഞ്ഞാലിക്കുട്ടിയുടെ അനുഭവമുണ്ട്. ഇനി അതിനേക്കാൾ തീവ്രമായിട്ടുള്ള അനുഭവം വന്നാലേ പഠിക്കൂ എന്നുണ്ടെങ്കിൽ കൊണ്ടിട്ട് അറിഞ്ഞാൽ മതി. പക്ഷേ അത് കൊണ്ടിട്ടല്ല അറിയേണ്ടതെങ്കിൽ VD സതീശൻ അടക്കമുള്ള ആളുകൾ, അദ്ദേഹത്തിനെ നമ്മൾ അഭിനന്ദിച്ചു പറ്റും. അദ്ദേഹം കൃത്യമായി പറഞ്ഞിട്ടുണ്ട്, ഒരു സ്ത്രീയെയും അറ്റാക്ക് ചെയ്യുന്നത് ഞങ്ങളുടെ രീതിയല്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. VK ശ്രീകണ്ഠൻ എന്ന് പറയുന്ന പാലക്കാട്ടിലെ MP തന്നെ ഒരു പരാമർശം നടത്തിയിട്ട് ഏതാണ്ട് മിനിറ്റുകൾക്കകം അദ്ദേഹത്തിന് അത് പിൻവലിക്കേണ്ടി വന്നു എന്ന് നമുക്കറിയാം. പക്ഷേ ഇപ്പോഴും സൈബർ രംഗത്തെ കൂളി സംഘങ്ങൾ ഈ പറയുന്ന അതിൻ്റെ ഇരകളായി വന്ന് ചില ഈ പരാമർശങ്ങൾ നടത്തിയിട്ടുള്ള ആളുകളെ അപമാനിക്കുന്നതിന് തയ്യാറാവുകയാണ്. കോൺഗ്രസ്സിന് എക്കാലത്തും ഉണ്ടായിരുന്ന ഗുണമെന്ന് പറയുന്നത് കോൺഗ്രസ് കുറേ കൂടി വിശാലമായ അർത്ഥത്തിൽ ഈ വിമർശനങ്ങളെ കണ്ടിരുന്ന ഒരു പാർട്ടിയാണ്. അത് ഇന്നും ഇന്നലെ തുടങ്ങിയതല്ല. ജവഹർലാൽ നെഹ്റുവിൻ്റെ കാലത്ത് നിങ്ങൾ എന്നെ വിമർശിക്കാതിരിക്കരുത്, യു ഡോണ്ട് സ്പെയർ മീ എന്ന് ശങ്കറിനോട് പറഞ്ഞ കാർട്ടൂൺ വരക്കും എന്നെ കൂടി നിങ്ങൾ എന്ത് ചെയ്തോളാം വിമർശിക്കണമെന്ന് പറഞ്ഞ ജവഹർലാൽ നെഹ്റു മുതൽ ഇങ്ങേ അറ്റത്ത് സോളാർ കേസ് എന്ന് പറയുന്ന ഒരു കേസുണ്ടായിട്ട് പോലും അതിനുശേഷം പോലും ഉമ്മൻചാണ്ടി പറഞ്ഞത് നിങ്ങൾ എന്നെ വിമർശിക്കണം, അതിലെനിക്കൊരു പരിഭവമില്ല. കാരണം ഞാനും മനുഷ്യനല്ല, എനിക്ക് ചിലപ്പോൾ തെറ്റുകൾ പറ്റിയേക്കാം. നിങ്ങൾ വിമർശിച്ചാൽ എൻ്റെ തെറ്റുകൾ അറിയാനും എനിക്ക് തിരുത്താനും കഴിയുള്ളൂ, അല്ലെങ്കിൽ ഞാൻ പോലും ചിലപ്പോൾ വഴിതെറ്റിപ്പോകും എന്ന് പറഞ്ഞ ഉമ്മൻചാണ്ടി അടക്കമുള്ള ആളുകൾ ഉണ്ടായിരുന്നൊരു കോൺഗ്രസിനെയാണ് ജനം കൂടുതൽ ഇഷ്ടപ്പെട്ടത്. അല്ലാതെ ഇതുപോലെ സൈബർ ലോകത്തങ്ങോട് ഈ പറയുന്ന പോലെ എന്താണ് ഒരു മോബ് ലിഞ്ചിങ് നടത്തിക്കൊണ്ട് ഇരകളെയും അതിൽ തന്നെ നിലപാടുള്ള നേതാക്കന്മാരെയും നിലപാടുള്ള മാധ്യമ പ്രവർത്തകരെയും ഒക്കെ കില്ല് ചെയ്യാം എന്ന് വിചാരിക്കുന്ന സംസ്കാരം കോൺഗ്രസ്സിന് നല്ലതല്ല. 2026-ൽ വരാനിരിക്കുന്നത് ഈ പറയുന്ന പോലെ വലിയ വലിയ അപകടമായിരിക്കും. അതുകൊണ്ട് നേതാക്കന്മാർ ഇപ്പോഴേ ഈ ക്രിമിനൽ സംഘങ്ങളെ നിലക്ക് നിർത്തണം.